അള്ളാന്റെ ഹബീബിനെ വിളിക്കാനാണ്. വിളിച്ചാ മാത്രം പോരെ, സങ്കടം പറയാനും പറഞ്ഞു. ഇന്നീ ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി, ഞാനിതാ അങ്ങ് മുഖേന എന്റെ റബ്ബിലേക്ക് മുന്നിട്ടിരിക്കുകയാണ് നബിയെ. ലിതുഖ്ലാ, എന്റെ ഈ ആവശ്യം വീടപ്പെടണം, അതിന് അങ്ങ് ഇടപെടണം, അങ്ങ് മുഖേനയാണ് ഞാൻ മുന്നിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ പിന്നെ നബി പറയാനേൽപ്പിച്ചതെന്താ? അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ്യ, അല്ലാഹുവേ ആ നബിന്റെ ശുപാർശ എന്റെ കാര്യത്തിൽ നീ സ്വീകരിക്കണമേ. ഇതുകൂടെ സ്പഷ്ടമായില്ലേ എന്തിനാ നബിയെ വിളിച്ചത്? നബി ശുപാർശ പറയാനാണ്. അങ്ങനെ മുത്ത് നബിയെ വിളിച്ചു ദുആ ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തി. തവസ്സുലും ഇസ്തിഗാസയും ഉൾക്കൊള്ളുന്ന ദുആയുടെ വചനം ഈ സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുന്നു. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ മഹാനായ സ്വഹാബി ഞങ്ങളെ ഇടയിൽ നിന്നങ്ങ് പോയി. ഏറെ വൈകിയില്ല, അദ്ദേഹം തിരിച്ചു വരുന്നു. കണ്ണിന് ഇങ്ങനെ ഒരു രോഗമുണ്ടായിരുന്നു എന്നതിന്റെ ഒരു ലക്ഷണം പോലും ബാക്കിയില്ലാതെ സുഖപ്പെട്ടു വന്നിരിക്കുന്നു. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം ബൈഹഖി അവിടുത്തെ ദലായിലുൻ നുബുവ്വയിൽ ഉദ്ധരിക്കുന്നു. ഇമാം ഇബ്നു മാജ സുനനിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഉടനെ ഇബ്നു മാജ പറയുന്നു, ഖാല അബൂ ഇസ്ഹാഖ് ഹാദാ ഹദീസുൻ സ്വഹീഹ്, ഇത് സ്വഹീഹായ ഹദീസാകുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇതുകൊണ്ടാ നേരത്തെ ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചില്ലേ, സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമക്ക് കാലിന് വേദന വന്നപ്പം ധൈര്യത്തോടെ യാ മുഹമ്മദ് എന്ന് വിളിച്ചതെന്താ? സ്വഹാബത്തിനെ മതം പഠിപ്പിച്ചത് നബി തങ്ങളാണ്. മാ അന അലൈഹി വസ്ഹാബി, ആ നബിയും സ്വഹാബത്തും നിലകൊള്ളുന്ന മാർഗത്തിലുള്ളവരാണ്. അഹ്ലുസുന്ന എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചതും അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞതും വെറുതെയല്ല. അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഹാബത്തിൽ നിന്നാണ്. അതേസമയം ഈ സ്വഹാബത്ത് നമ്മളെ പഠിപ്പിച്ച ഇബാദത്ത്, ആദരവ്, ആരാധന, ഇതിനെയൊക്കെ അട്ടിമറിച്ചു. എന്നിട്ട് എന്തു ചെയ്തു? അതൊന്നും നോക്കേണ്ടതില്ല. ആരാധന എന്ന് പറഞ്ഞാൽ അതിനൊരു പുതിയ നിർവചനം ഇവരെ വക കൊടുത്തു. ഇത് ഉമർ മൗലവിയുടെ സെൽസബീല. അദ്ദേഹം ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കാണിക്കുന്ന ബഹുമാനം എന്ന ലോക പണ്ഡിതന്മാര് പഠിപ്പിച്ച നിർവചനത്തിന് പകരം അദ്ദേഹം പറയുകയാണ്, ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹു അല്ലാതെ ഇല്ല എന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം. അഥവാലായില് അത് നമ്മളവരും ശരിയാ. പിന്നെ പറയുന്നു, ആരാധന എന്ന് വെച്ചാൽ മറഞ്ഞ വഴിയിൽ ഗുണമാശിക്കുകയോ ദോഷം പേടിക്കുകയോ ഒരു വസ്തുവിനെ വന്ദിക്കലാണ്, ആദരിക്കലാണ്. അതൊരട്ടിമറിയ. മറഞ്ഞ വഴിക്ക് ഉപകാരം കിട്ടുമെന്നോ ഉപദ്രവം വരുമെന്നോ പേടിച്ച് ഒരു വസ്തുവിനെ ആദരിച്ചാൽ അതാണ് ആരാധന എന്നത്. ലോകത്ത് ഒരു പണ്ഡിതനും പഠിപ്പിക്കാത്ത, ഒരു സ്വഹാബിയും പഠിപ്പിക്കാത്ത, ഖുർആനിലും ഹദീസിലും കാണാത്ത ഒരു പുതിയ ആശയമാണ്. ഈ ആശയം വെച്ചുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങളെ മുഴുവനും ഇവർ. ഉദാഹരണം നിങ്ങൾ കേട്ടുനോക്കൂ. മറഞ്ഞ വഴിക്ക് ഉപകാരം കിട്ടുമെന്ന് വിചാരിച്ച് ഒരു വസ്തുവിനെ ബഹുമാനിച്ചാൽ അത് അതിനെ ആരാധിക്കലാണ് എന്ന് പറഞ്ഞതിൽ നിന്നാണ് എന്ത് സംഭവിക്കുന്നത്? ബറക്കത്തെടുക്കൽ ശിർക്കാകുന്നത്. ഉദാഹരണം, ഒരു നൂലിന് സാധാരണഗതിയിൽ രോഗം മാറ്റാനുള്ള വല്ല ഔഷധം ഉണ്ടോ നൂലുമ്മല്? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആശുപത്രി പോകണ്ടല്ലോ. നമ്മളെ കുപ്പായത്തുമ്മൽ നൂലുമ്മൽ എത്ര നൂലുണ്ട്? അതിന് പ്രത്യേകമായ ഔഷധമൊന്നുമില്ല. അതേ സമയത്ത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനോദി അല്ലെങ്കിൽ ഹദീസുകളിലും മറ്റും വന്ന ദിക്റുകൾ ചൊല്ലി മന്ത്രിച്ചൂതിയ ഒരു നൂല് ശരീരത്തിൽ കെട്ടിയാൽ അത് കാരണമായി നമ്മളെ രോഗം അല്ലാഹു ശിഫയാക്കി തരും. ഇത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ മന്ത്രിച്ചു ഊതിയ വെള്ളം കുടിച്ചാൽ രോഗം ശിഫയാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടെ പുതിയ ആശയക്കാര് പറയുന്നത് എന്താ? അത് മറഞ്ഞ വഴിക്ക് ഒരു ഉപകാരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കലാകലുകൊണ്ട് അത് നൂലിനെ ആരാധിക്കലാണ്. വെള്ളം മന്ത്രിച്ചു കുടിച്ചാൽ ആ വെള്ളത്തെ ദൈവമാക്കലാണ്. ഒരു മക്ബറയിൽ പോയാൽ ആ മക്ബറയെ ദൈവമാക്കലാണ്. ഒരു വസ്തുവിൽ നിന്ന് ബറക്കത്ത് കിട്ടുമെന്ന് വിശ്വസിക്കുന്നത് അഭൗതികമായ മാർഗത്തിലൂടെ ആകയാൽ ആ വസ്തുവിനെ ദൈവമാക്കലാണ്. അതൊക്കെ ശിർക്കാണ്. ഇങ്ങനെ മുസ്ലിമീങ്ങളെ ശിർക്കാക്കാൻ
ഇവരുണ്ടാക്കിയ മാപ്പിന് ഇതാണ്, ഇത് വെച്ചാണ് അവർ അളക്കുന്നത്. മറഞ്ഞ വഴിക്ക് ഉപകാരം കിട്ടുമെന്ന് വിശ്വസിച്ചാൽ അത് ആരാധനയാവും. അങ്ങനെ ഒരു സംഗതി ലോകത്ത് ഒരു പണ്ഡിതനും പഠിപ്പിച്ചത് ഇലാ യൗമിൽ ഖിയാമ ഒരാൾക്കും ഉദ്ധരിക്കാൻ കഴിയില്ല. അതേ സമയത്ത് ഖുർആൻ, ഹദീസ്, സ്വഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ ഈ മറഞ്ഞ വഴിക്ക് ഉപകാരമെടുത്തുന്ന വിധത്തിൽ ബറക്കത്തെടുക്കാൻ വേണ്ടി ഓതി മന്ത്രിച്ചതിന്റെ ശിഫ കിട്ടാൻ വേണ്ടി മഹാന്മാര് ചെയ്തതിന്റെ വലിയ ശേഖരം തന്നെ നമുക്ക് അവതരിപ്പിക്കും. ചെറിയൊരു ഉദാഹരണം മാത്രം ഞാൻ പറയട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന സമയത്ത് വളരെ വെപ്രാളത്തിലുള്ള രാത്രിയുടെ യാത്രയാണ്. ഒന്നും കൂടെ കൊണ്ടുപോകാനോ എടുക്കാനോ നേരല്ല. എന്തെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ? മഹതിയായ അസ്മാ ബീവി വീട്ടിലുണ്ടായിരുന്ന ഒരാടിനെ അറുത്ത് പെട്ടെന്ന് ചുട്ടെടുത്തു. അത് നിറച്ചു കൊടുക്കാൻ ഒരു പാത്രമില്ല. അവസാനം ഒരു തോൽസഞ്ചി കിട്ടി. അത് കെട്ടാൻ ചരടില്ല. ഇനി തിരിഞ്ഞും മറിഞ്ഞും നിൽക്കാൻ നേരല്ല. ഉടനെ അരയിലുണ്ടായിരുന്ന ചരട് അറുത്ത് ആ പാത്രം കെട്ടുകയാണ്. ഈ രംഗം കണ്ട മുത്തുനബി സങ്കടത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ പറഞ്ഞു, ബീവി, നാളെ സ്വർഗലോകത്ത് ഞാൻ നിങ്ങൾക്ക് അരഞ്ഞാണം ധരിപ്പിക്കും. ഉറപ്പല്ലേ? ആയിഷ ഉമ്മർ റളിയല്ലാഹുവിന്റെ ഈ ഇത്താത്ത ബീവി അസ്മാ റളിയല്ലാഹുവിന്റെ സ്വർഗത്തിലാണെന്ന്. ആ മഹതിയതാ ഒരിക്കൽ ഒരു കുപ്പായമെടുത്തു പറയുന്നു, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അള്ളാന്റെ റസൂലിന്റെ ആണ്. എന്താണ് ഈ കുപ്പായത്തിന്റെ പ്രത്യേകത? വകാനത്ത് ഇൻദ ആയിഷ റളിയല്ലാഹു അൻഹാ, ഇതെന്റെ അനുജത്തി ആയിഷ ബീവിയുടെ കൈവശമായിരുന്നു. അവർ വഫാത്തായപ്പോൾ ഈ കുപ്പായം ഞാൻ എടുത്തുവച്ചിരിക്കുകയാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, നബിന്റേതാണ് എന്നത് മാത്രമല്ല, വകാനൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൽബസുഹാ, ഈ ഷർട്ട് പുന്നാര നബി അവിടത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ ധരിച്ചു നടന്നിരുന്ന കുപ്പായമാണ്. ഇതുകൊണ്ട് തന്നെ ഇതെന്തിനാ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത്? AP അബ്ദുൽ ഖാദിർ മൗലവി ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചോദ്യോത്തരം എന്ന പുസ്തകത്തിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്, അത് കുട്ടികൾ മൈപ്പീലി സൂക്ഷിക്കുന്നത് പോലെയാണ്, ഫുട്ബോൾ കളിക്കാരന്റെ ഒപ്പ് വാങ്ങി വെക്കുന്നത് പോലെയാണ്, നാണയ ശേഖരം പോലെ, സ്റ്റാമ്പ് ശേഖരം പോലെയാണ്. അങ്ങനെ കണക്കാക്കിയാൽ മതി സ്വഹാബത്തിന്റെ പ്രവർത്തനം എന്നാണ്. ബീവി അസ്മ പറയുന്നു, അല്ല അല്ല, ഫനഹനു നഗ്സിലുഹാ ലിൽ മർളാ, ഞങ്ങൾ സ്വഹാബത്ത് കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം വന്നാൽ റസൂലുള്ളാന്റെ ശറഫാക്കപ്പെട്ട ഈ ഷർട്ട് അത് വെള്ളത്തിലൊന്ന് മുക്കുന്നു. വനസ്തശ്ഫീ ബിഹി, ആ വെള്ളം കൊണ്ട് ഞങ്ങൾ രോഗശമനം തേടുന്നു. ഇമാം മുസ്ലിം അവിടത്തെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നു. ഈ സ്വഹാബത്തിന്റെ കൂടെ ആരാണുള്ളത്? അവിടെയാണ് സുന്നികളുള്ളത്. അതേ സമയത്ത് സുന്നത്തി ജമാഅത്തിന്റെ പുറത്തുള്ളവരോട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നമ്മളോട് പറഞ്ഞില്ലേ, മുസ്ലിമാണെന്ന് പറയുന്നവരിൽ ഒരു വിഭാഗമുണ്ട്. വഇദാ ഖീല ലഹും ആമിനൂ, ആ വിഭാഗത്തോട് നിങ്ങൾ വിശ്വസിക്കൂ, കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ എന്ന് പറയപ്പെട്ടാൽ എന്തായിരിക്കും അവരെ മറുപടി? ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ, ഈ വിഡ്ഢികൾ വിശ്വസിച്ച വിഡ്ഢിത്വം അത് വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല. ഏതെങ്കിലും മുജാഹിദിന്റെ നേതാക്കന്മാരെ വിളിച്ച്, പ്രിയപ്പെട്ട മുജാഹിദിൽ പെട്ടുപോയ സാധാരണക്കാരായ പ്രവർത്തകരെ, ജമാഅത്തെ ഇസ്ലാമിൽ അകപ്പെട്ടുപോയ സാധാരണക്കാരെ, നിങ്ങളെ നേതാക്കളോട് ചോദിച്ചു നോക്കൂ, സ്വഹാബത്ത് ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ അവര് പറയും, ആ വിഡ്ഢിത്വം അത് യുക്തിക്ക് നിരക്കുന്നതല്ല, നമ്മൾ അംഗീകരിക്കൂല. പക്ഷെ അല്ലാഹ് പറയുന്നു, അലാ നിങ്ങൾ അറിഞ്ഞോളൂ, ഇന്നഹും ഹുമുസ്സുഫഹാ, അവരാണ് കേട്ടോ യഥാർത്ഥ വിഡ്ഢികൾ. വലാക്കില്ലാ യഅലമൂൻ, പക്ഷെ അവർക്ക് വിവരമില്ല എന്ന വിവരവും അവർക്കില്ല. അതാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുകൂടി അല്ലാഹ് ചേർത്ത് വെക്കുന്നു. ഇതാണ് സ്വഹാബത്ത് നമ്മളെ പഠിപ്പിച്ച വിശ്വാസം. ഇത് ഖുർആൻ പഠിപ്പിച്ച വിശ്വാസമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അത് തിരിച്ചു കിട്ടാൻ നബിയാകുന്ന യൂസുഫ് നബി, അതേപോലെ റസൂലും നബിയായ വാപ്പാക്ക് കൊടുത്തയച്ച മരുന്നെന്താ? ഖുർആൻ പഠിപ്പിച്ചില്ലേ?
ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബി യഅതി ബസീറാ, ഈ കുപ്പായം കൊണ്ടുപോയി എന്റെ വാപ്പയുടെ മുഖത്ത് ചാർത്തിയാൽ വാപ്പയുടെ കാഴ്ച തിരിച്ചു കിട്ടും. അതേ ഫലമ്മാ അൻജാ അൽ ബശീറു അൽഖാഹു അലാ വജ്ഹിഹി ഫർതദ്ദ ബസീറാ. ഖുർആനല്ലേ പറഞ്ഞത്, കുപ്പായം കൊണ്ടുവന്ന് മുഖത്തിടേണ്ട താമസം കാഴ്ച തിരിച്ചു കിട്ടിപ്പോയി. ഇത് അഭൗതികമായ മാർഗത്തിലൂടെയുള്ള സഹായം പ്രതീക്ഷിക്കലല്ലേ, ഉപകാരം പ്രതീക്ഷിക്കലല്ലേ? ഒരു കുപ്പായം മുഖത്തിട്ടാ കണ്ണിന്റെ രോഗം മാറുന്നത് ഭൗതികതയാണോ? അഭൗതികമായ മാർഗത്തിലൂടെ ഉപകാരം കിട്ടുമെന്ന് കരുതി ഒരു വസ്തുവിനെ ബഹുമാനിച്ചു പോയാൽ അത് അതിനെ ആരാധിക്കലാണെങ്കിൽ തൗഹീദ് വന്ന അമ്പിയാക്കൾ ശിർക്ക് പ്രചരിപ്പിച്ചവരാണെന്ന് പറയണ്ടേ? നഊദു ബില്ലാഹ്. തൗഹീദ് പഠിപ്പിക്കുന്ന ഖുർആനല്ലേ കുപ്പായത്തിന്റെ ബർക്കത്ത് പറയുന്നത്? അത് ശിർക്ക് പ്രചരിപ്പിച്ച ഗ്രന്ഥമാണെന്ന് പറയണ്ടേ? മഹാന്മാരായ സ്വഹാബത്തല്ലേ ദീന് പറയേണ്ടത്? അവര് ശിർക്ക് പ്രചരിപ്പിച്ചവരാണെന്ന് പറയണ്ടേ? ഇതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞത്, വിഭാഗീയത വരുമ്പോൾ, ഭിന്നത വരുമ്പോൾ, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും എവിടെയുണ്ട് അവിടെ നിങ്ങളുണ്ടാകണം. അല്ലാതെ ഖുർആനിന്റെ പേരിൽ, ഹദീസിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും ഓതി വ്യാഖ്യാനിച്ചു പറയുന്ന തെളിവുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന അതിലല്ല നിങ്ങൾ വേണ്ടത്. സ്വഹാബത്തിന്റെ പിന്തുണ വേണം. ഒരു ഉദാഹരണം കൂടി നിങ്ങൾ കേൾക്കൂ. മഹാനായ സയ്യിദുന അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ വാപ്പയിൽ നിന്ന് അദ്ദേഹം വല്യാപ്പ മുഖേന റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇദാ ഫസിഅ അഹദുക്കും ഫിന്നൗം, നിങ്ങൾക്കാർക്കെങ്കിലും ഉറക്കത്തിൽ ഞെട്ടി പേടിച്ചു പോകുന്ന രോഗം വന്നാൽ ഫല്യഖുൽ, അവൻ ചൊല്ലട്ടെ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഫളിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീൻ വഅൻ യഹ്ളുറൂൻ. ഈ മന്ത്രം ചൊല്ലട്ടെ എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ചൊല്ലും പിന്നെ അതിന്റെ ആ ആപത്ത് ഉറക്കത്തിൽ ഞെട്ടിച്ചാടുന്ന പ്രയാസം ഉണ്ടാവൂല. എന്നിട്ട് മഹാന്മാര് പറയാണ്, വകാന അബ്ദുല്ലാഹി ഇബ്നു അംറിൻ റളിയല്ലാഹു അൻഹു, സ്വഹാബി വര്യനായ അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങളായിരുന്നു, യുഅല്ലിമുഹാ മൻ ബലഅ മിൻ വലദി, തന്റെ മക്കളെ കൂട്ടത്തിൽ നിന്ന് പ്രായപൂർത്തിയും ബുദ്ധിയും പഠിക്കാൻ പക്വതയൊക്കെ എത്തിയ മക്കൾക്ക് ഈ പേടി ഒഴിവാക്കാൻ വേണ്ടി ഇത് പഠിപ്പിച്ചു കൊടുക്കും. വമല്ലം യബ്ലുഗു മിൻഹും, പ്രായപൂർത്തി എത്താത്ത കുട്ടികൾക്കോ കതബഹാ ഫീ സുക്കിൻ, അതിനെ ഒരു സാധനത്തിൽ, ഒരു തോലിൽ എഴുതി കൊടുക്കും. സുമ്മ അല്ലഖഹാ ഫീ ഉനുഖിഹി, പിന്നെ അതിനെ പെരടിയിൽ കെട്ടിക്കൊടുക്കും. ഇതാണ് ഉറുക്ക് കെട്ടുക എന്ന് പറഞ്ഞത്. ഇതാരെ ചര്യയാണ്? സ്വഹാബത്തിന്റെ ചര്യയാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ദിക്ർ, അത് ചൊല്ലിയാൽ അതിന് ഫലം ഉണ്ടാവും. ചൊല്ലാൻ അറിയാത്തവനോ അവനും ദിക്റിന്റെ ഫലം കിട്ടണ്ടേ? അത് ശരീരത്തിൽ എഴുതി കെട്ടിക്കൊടുത്താൽ അതിന് ഫലമുണ്ടാകും. അതാരാ നമ്മളെ പഠിപ്പിച്ചത്? സ്വഹാബത്താ. സ്വഹാബത്ത് പഠിപ്പിച്ച ദീനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആ മാർഗത്തിലാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. മഹാനായ അയ്യൂബ് പറയുന്നു, അന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക്കിനെ തൊട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം റആ ഫീ അലുദി ഉബൈദില്ലാഹി ബിൻ അബ്ദില്ലാഹ് ഖൈതൻ, സയ്യിദുന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉബൈദുല്ലയുടെ ശരീരത്തിൽ മന്ത്രിച്ചൂതിയ ചരട് മഹാനവറുകൾ കണ്ടു. അനസ് റളിയല്ലാഹു അൻഹു, മഹാന്മാരായ സ്വഹാബത്ത് അവര് മന്ത്രിച്ചൂതിയ ചരട് മക്കളെ ശരീരത്തിൽ കെട്ടിക്കൊടുത്തു. സുന്നത്ത് ജമാഅത്ത് സ്വഹാബത്ത് പഠിപ്പിച്ച ദീനാണ്. അതുകൊണ്ട് തന്നെ ആ മഹാന്മാര് പഠിപ്പിച്ച ആ മാർഗവും വിശ്വാസവും ഒക്കെ വിട്ട് പരിശുദ്ധമായ ദീനിനെ സ്വന്തം ഇഷ്ടപ്രകാരം ഖുർആനിനെയും സുന്നത്തിനെയും വ്യാഖ്യാനിക്കാൻ ഇറങ്ങിയപ്പോഴാണ് വിശ്വാസകാര്യങ്ങളിൽ ഈ കാണുന്ന വിധത്തിൽ അപകടകരമായ അബദ്ധങ്ങൾ സംഭവിച്ചത്. ഇതേപോലെ ശിർക്കിനെയും തൗഹീദിനെയും ഒക്കെ സ്വന്തമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഓരോ വിഭാഗത്തിലും സംഭവിച്ച വ്യതിയാനങ്ങൾ വളരെ വലിയ ആപത്താണ് ഈ ഉമ്മത്തിനുണ്ടായത്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിന്നീട് പിളർന്ന് എന്ന് വേണം പറയാൻ രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിന്റെ ശിർക്ക് ഒന്നുകൂടി പരന്നു. അവര് ഇബാദത്തിനും അതുപോലെ തന്നെ ആരാധനക്കും അല്പവും കൂടി വിശാലമായ അർത്ഥം പറഞ്ഞ് കുറെ കൂടി ആളുകളെ മുശ്രിക്കീങ്ങളാക്കാനുള്ള ശ്രമം നടത്തിയതായി കാണാം.
ഇത് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന പേരിൽ അവർ പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ്. IPH പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അവർ ശിർക്കിനെയും തൗഹീദിനെയും ഒക്കെ വിശദീകരിച്ച് പറയുന്ന എന്താ, ആരാധനാ ശിർക്ക് പ്രകടമാണ്, അത് കണ്ടുപിടിക്കുക എളുപ്പമാണ്. അനുസരണ ശിർക്ക് പക്ഷേ ഗോപ്യമാണ്, അത് കണ്ടെത്തുക പ്രയാസമത്രേ. ഒരു കാണാത്തൊരു ശിർക്ക് കൂടി ഉണ്ടോ. ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം കൂടുകയാണ്. അനുസരണ ശിർക്കിന്റെ അടിവേരുകൾ യഥാവിധി കണ്ടെത്തണം, അവയെ മുരടുമാന്തി നശിപ്പിക്കണം. അല്ലെങ്കിൽ നാം അറിയാത്ത വഴിയിലൂടെ അനുസരണ ശിർക്ക് മനുഷ്യനെ കീഴ്പ്പെടുത്തി കളയും. നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. എന്നാൽ ഇത് സ്വന്തം ദേഹിച്ചക്കോ ഏതെങ്കിലും വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നിയമനിർമ്മാണ സഭകൾക്കോ മറ്റോ വകവെച്ചു നൽകിയാൽ അനുസരണ ശിർക്ക് സംഭവിക്കുന്നു. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷം ഇറക്കിയ ബുക്കാണിതെന്ന്. അതിലും പറയുന്നത് തന്നെയാണ്, ഈ നിയമനിർമ്മാണ സഭയിൽ കയറി നിയമം ഉണ്ടാക്കാനല്ലേ MLA ആയി മത്സരിച്ചാൽ എന്താ അതിന്റെ ജോലി? നിയമം നിർമ്മിക്കാനാണ് ഓലെ പണി, അല്ലാതെ മരിച്ചോടത്ത് പോലല്ല MLA ജോലി. ഇപ്പൊ MLA ജോലി എന്ന് പറഞ്ഞാൽ മരിച്ചോടത്ത് പോവുക, കല്യാണം അവിടെ വെച്ചാൽ വിളിക്കാതെ പോവുക, ഇതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നിയമനിർമ്മാണ സഭയിലാണ് അവരെ പണി, അതിന് വേണ്ട പണിയെടുക്കുക വേണ്ടത്. എന്നാൽ അത് ശിർക്കാണ് എന്ന് പറയുക മാത്രമല്ല, ഭരണഘടനയിൽ പോലും ജമാഅത്തെ ഇസ്ലാമി എഴുതി വെച്ചു എന്താണ് ഇതിന്റെ സമീപനം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് കടകവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് അവര് പറയാണ്, അങ്ങനെ ഒരാള് അതിൽ ഏർപ്പെട്ടുപോയാൽ, ഒരു MP ആയോ MLA ആയോ ഒക്കെ പോയാൽ അത് വളരെ അപകടകരമായ ശിർക്കായി മാറുമെന്ന് ഇതിൽ വളരെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. ഇതിന്റെ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിയിൽ അംഗത്തൊടുക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ്, ആറാമത്തെ കാര്യം, ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥിതിയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിന്റെ കോടതി വ്യവസ്ഥയിൻ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിയുക. ഇത് വേണം ആർക്ക്? തൗഹീദിൽ ഒരാൾ ഉറച്ചിക്കണമെങ്കിൽ എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ച ജമാഅത്തെ ഇസ്ലാമി ആ തൗഹീദ് അങ്ങനെ മുണങ്ങി. എന്നിട്ട് ഇപ്പൊ എന്താ പറയണത്? ഇപ്പം ദീന് സംരക്ഷിക്കാൻ നമ്മൾ നിയമസഭയിൽ വേണം, അതിനുവേണ്ടി എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിനെ നിർത്തുക. ഇതാ മനുഷ്യനിർമ്മിതമായ മതങ്ങൾക്കുണ്ടാകുന്ന സ്വാഭാവിക പരിണാമമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിധത്തിൽ ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ ഖുർആനിലും സുന്നത്തിലും കയറി ഗവേഷണം നടത്തിയപ്പോൾ ഇസ്ലാമിക വിശ്വാസകാര്യങ്ങളിൽ അപകടകരമായ വിഭാഗീയത സൃഷ്ടിക്കുകയും ലോകത്തെ മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കായി ചിത്രീകരിക്കുകയും ചെയ്തെങ്കിൽ ഈ സമുദായത്തിന്റെ അനുഷ്ഠാന കർമ്മങ്ങളെ നമ്മൾ സ്വഹാബത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. അതിന്റെ രീതിശാസ്ത്രം എങ്ങനെയാണ്? ഈ മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് അറിവ് പഠിച്ചവരും അവരിൽ നിന്ന് അറിവ് പഠിച്ച താബീങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കിയവരുമാണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ. ആ ഇമാമിങ്ങൾ സ്വഹാബത്ത് പഠിപ്പിച്ച വിശ്വാസവും ഈ ഉമ്മത്തുണ്ട്, അനുഷ്ഠാനവും പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളെ അവലംബിച്ചാണോ നമ്മൾ ഇസ്ലാമിന്റെ അനുഷ്ഠാന കർമ്മങ്ങളെ മനസ്സിലാക്കുന്നതെങ്കിൽ ഈ സമുദായം സ്വഹാബത്തിന്റെ മാർഗത്തിലൂടെയാണ് ചലിക്കുന്നത്. അതേ സമയത്ത് ബിദഈകൾ എന്തു ചെയ്തു? അവിടെ സ്വന്തം ഗവേഷണം നടത്തണം എന്ന വാദവുമായി വന്നു. ഉദാഹരണം നിങ്ങൾ നോക്കൂ, അവരെഴുതുന്നത് പരിശുദ്ധമായ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ സ്വഹാബത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ആ രീതി പറ്റുകയില്ല. ഓരോ സാധാരണക്കാരനും ഖുർആനിലും സുന്നത്തിലും നോക്കി ഗവേഷണം നടത്തണം. ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനം എന്ന പുസ്തകത്തിന്റെ 115-ാമത്തെ പേജിൽ എഴുതുകയാണ്, അന്ധമായ അനുകരണത്തിന് എതിരെ ധർമ്മസമരത്തിന്റെ കാഹളമൂതിക്കൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം രംഗപ്രവേശം. എങ്കിലും വ്യക്തിയോ പണ്ഡിത വൃന്ദമോ നൽകുന്ന മതവിധികൾ തെളിവുകൾ മനസ്സിലാക്കാതെ സ്വീകരിക്കുന്നതാണ് തഖ്ലീദ്. സാധാരണക്കാരൻ പോലും അപ്രകാരം ഒരാളെയും അനുകരിക്കാവതല്ല എന്ന് ഇസ്ലാഹി പ്രസ്ഥാനം സിദ്ധാന്തിക്കുന്നു. എന്തൊരപകടകരമായ അഭിപ്രായമാണ് ഈ പറയുന്നത്. സാധാരണക്കാരൻ പോലും ഒരു പണ്ഡിതനോ ഒരു ആലിമോ ഇനി ഒരു പണ്ഡിത കൂട്ടായ്മ പറഞ്ഞ മത
അംഗീകരിക്കരുത്. എല്ലാവർക്കും ഖുർആനും ഹദീസും തെളിവ് കിട്ടിയിട്ടേ ഒരാൾ അംഗീകരിക്കാവൂ. എന്നാ സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകരെ, നിങ്ങൾക്ക് മരിക്കുന്നതിന്റെ മുമ്പ് ഒരു റക്അത്ത് നിസ്കാരം പോലും പൂർത്തിയാക്കാൻ തൗഫീഖ് കിട്ടലുണ്ടാവില്ല. നിങ്ങൾക്കറിയോ അതിന്റെ തെളിവുകളൊക്കെ? ഓരോ റുക്കൂവിന്റെയും സുജൂദിന്റെയും തുടങ്ങി ഓരോന്നിന്റെയും നിസ്കാരത്തിന്റെ ഷർത്തുകളൊക്കെ തെളിവ് കണ്ട് പഠിച്ചിട്ടാണോ പഠിച്ചത്? അല്ല. ഇത് പ്രായോഗികമായതല്ല. പരിശുദ്ധ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്യണമെങ്കിൽ ആലിമീങ്ങളെയും സ്വഹാബത്തിനെയും അംഗീകരിക്കുക എന്ന മാനദണ്ഡത്തിൽ നിന്ന് അടർത്തിയെടുക്കണം. എന്നാൽ ആർക്കും എങ്ങനെയും ഖുർആനിന്റെ പേരിൽ കയറി നിരങ്ങാം. ഇതിനു വേണ്ടിയാണ്. എന്നിട്ട് ഇവർ അഭിമാനത്തോടെ പറയുകയാണ്, നമ്മുടെ ഈ ചിന്താസരണിയുടെ ഫലമായി ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് പ്രസ്ഥാനത്തെയും ആശയത്തെയോ ചേർത്തു പറയാൻ ലജ്ജിച്ചു. തൽഫലമായി എല്ലാവരും ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു. അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തനി മുജിത്തഹിദുകളുള്ള പ്രദേശം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണെന്നതിൽ സന്ദേഹമില്ല. നമ്മുടെ മസ്ജിദുകളിലെ നൂറുകണക്കിന് ഖത്തീബുമാരും പ്രബോധന വിഭാഗത്തിന്റെ കീഴിലുള്ള അനേകം പ്രബോധകരും ജംഇയ്യത്തുൽ ഉലമയിലെ മുഴുവൻ അംഗങ്ങളും ഒരു മദ്ഹബും സ്വീകരിക്കാതെ ഇരിക്കുന്നവരാണല്ലോ. ഇതാണ് കേരളത്തിലെ മുജാഹിദുകൾ ഉണ്ടാക്കിയ വലിയ നേട്ടം എന്നാ പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നാൽ ലോകത്ത് കഴിഞ്ഞുപോയ ഇമ്മത്ത്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള 4 മദ്ഹബിന്റെ ഇമാമീങ്ങൾക്ക് ശേഷം വന്ന ഏതെങ്കിലും ഒരു പണ്ഡിതനെ മദ്ഹബ് സ്വീകരിക്കാത്തതായി ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയില്ല. സാക്ഷാൽ പോലും ഭാഗികമായി മാത്രം മദ്ഹബിനെ തള്ളിയയാളാണ്. പിന്നെ ഇബ്നു ഹസം എന്ന് പറയുന്ന ഒരു പണ്ഡിത ലോകത്ത് കളിപ്പാവയായി മാറിയെന്ന് ചില പണ്ഡിതന്മാർ പരാമർശിച്ച വ്യക്തി ഒഴിച്ച് പണ്ഡിതൻ എന്ന് പറയപ്പെടാവുന്ന ഒരാളും മദ്ഹബില്ലാതെ ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല. ഈ വസ്തുത ഇവര് തന്നെ എഴുതിയതാ. ഷാഫി മദ്ഹബ് ഒരു സമഗ്ര പഠനം. ഈ പുസ്തകത്തിൽ സലാം സുല്ലമി പറയുന്നുണ്ട്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബുകാരനാണ്. ഈ പുസ്തകത്തിന്റെ 69-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതുകയാണ്, ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭ ഹദീസ് പണ്ഡിതനായ ഇമാം ബുഖാരിയും യാഥാസ്ഥിക വിഭാഗം വളരെയധികം ആദരിക്കാറുള്ള ഇമാം സുബ്കിയും ഈ സംഗതി വ്യക്തമാക്കുന്നു. ഒരു വിഷയം പറയുമ്പോൾ അയാൾ പറഞ്ഞതാണ്, ഷാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ ഇമാം ബുഖാരി. നമ്മൾ ആലോചിക്കണം, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥമായി മുസ്ലിം ലോകം അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരി, അതുൾപ്പെടെയുള്ള നിരവധി ഹദീസ് ഗ്രന്ഥങ്ങൾ രചിച്ച 3 ലക്ഷത്തോളം ഹദീസ് മനപ്പാടമുള്ള ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും സ്വന്തമായി ഗവേഷണം നടത്തി മതം മനസ്സിലാക്കാൻ തുനിഞ്ഞില്ല. ഇമാമുന ഷാഫി റളിയല്ലാഹുവിന്റെ മദ്ഹബ് സ്വീകരിച്ചുവെങ്കിൽ അതെന്തുകൊണ്ടാണ്? അത് വിവരമുള്ളതുകൊണ്ടാണ്. സ്വഹാബത്തിൽ നിന്നും താബീങ്ങളിൽ നിന്നും അറിവ് മനസ്സിലാക്കിയ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അവിടത്തെ ശിഷ്യനായ മാലിക് തങ്ങൾ, അവിടത്തെ ശിഷ്യനായ ഇമാം ഷാഫി, അവരെ ശിഷ്യനായ അഹ്മദ് ഇബ്നു ഹംബൽ, ഇവരാദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാന്മാരാണ്. ആ മഹാന്മാര് സ്വഹാബത്തിൽ നിന്ന് മനസ്സിലാക്കിയ വ്യാഖ്യാനമനുസരിച്ചാവണം ദീന് പഠിക്കേണ്ടത്. ഞങ്ങൾ ദീന് വ്യാഖ്യാനിക്കേണ്ടവരല്ല എന്ന തിരിച്ചറിവ് ഇമാം ബുഖാരിക്കുണ്ടായി. ഇതേ പുസ്തകത്തിൽ സലാം സുല്ലമി പറയുന്നു, ഇമാം തുർമുദി ഷാഫി മദ്ഹബുകാരനാണ് 74-ാമത്തെ പേജിൽ. ഇതുപോലെ ബൈഹഖി ഇമാം ഷാഫി മദ്ഹബുകാരനാണ് 30-ാം പേജിൽ. ഇബ്നു ഹുസൈമയെക്കുറിച്ച് 32-ൽ, ഇമാം ഗസ്സാലിയെക്കുറിച്ച് 44, 47, 175-ൽ, ഇമാം റാസിയെക്കുറിച്ച് 175-ൽ, ഇബ്നു ഹജർ അസ്ഖലാനിയെക്കുറിച്ച് 73-ൽ. ഈ പണ്ഡിതന്മാരൊക്കെയും ഒരു മദ്ഹബ് സ്വീകരിച്ചത് അവർക്കറിയാം ദീനിനെ നമ്മൾ കയറി വ്യാഖ്യാനിക്കേണ്ടതല്ല. മഹാന്മാരായ സ്വഹാബത്താൻ വിവിധ സന്ദർഭങ്ങൾക്കനുസരിച്ച് ഈ ഖുർആനിന്റെ ആയത്തിറങ്ങിയതിന്റെ ദൃക്സാക്ഷികൾ. നബിതങ്ങൾ ഒരു ഹദീസ് പറയുന്ന പശ്ചാത്തലത്തെക്കുറിച്ച് ബോധമുള്ളവർ. അവര് പറഞ്ഞതാണ് ഖുർആന്റെ വ്യാഖ്യാനം, ഹദീസിന്റെ വ്യാഖ്യാനം. അതാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത്. അതനുസരിച്ച് ജീവിക്കുക. അന്ന് മദ്ഹബിന്റെ ഇമാമിങ്ങൾ എങ്ങനെ വുളൂ ചെയ്യണമെന്ന് എഴുതി വെച്ചാൽ ഇങ്ങ് 14 നൂറ്റാണ്ട് ഇപ്പുറത്ത് വന്ന് അതവിടെ മാറ്റിവെച്ച് നമ്മളൊരു പുതിയ ഗവേഷണം നടത്തുന്നത് ഈ സമുദായത്തിന്റെ സമയവും ആരോഗ്യവും ചിന്തയും ദുർവ്യയം ചെയ്യലല്ലേ, അനാവശ്യ പാഴ്വേലയല്ലേ.
ഈ ജോലിയാണ് ബിദ്അത്തുകാരെടുത്ത് മുസ്ലിം ഉമ്മത്തിൽ ഭിന്നതയും പിളർപ്പും ഉണ്ടാക്കുന്നത്. ചെറിയൊരു ഉദാഹരണം നിങ്ങൾ നോക്കൂ. ഈ ചിന്താ സ്വാതന്ത്ര്യം എന്ന് ഓമനപ്പേരിട്ട് നടത്തിയ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേരിൽ നടത്തിയ ഈ അക്രമത്തിലൂടെ എന്താ മുസ്ലിം സമുദായത്തിന് അവർ സമ്മാനിച്ചത്? അവര് തന്നെ പറയട്ടെ. ഇത് മുജാഹിദുകൾക്ക് ആദർശ വ്യതിയാനമോ എന്ന പേരിൽ അബ്ദുസ്സലാം സുല്ലമി തന്നെ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തെ എഴുതിയതെന്തിനാ? ഞങ്ങൾക്ക് ആദർശ വ്യതിയാനമുണ്ടെന്ന് പറഞ്ഞ് അബ്ദുൽ ഖാദിർ മൗലവിയുടെ ഗ്രൂപ്പ് ഞങ്ങളെ പുറത്താക്കി. അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ ആദർശ വ്യതിയാനം നമ്മളെ മുൻഗാമികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പിടിച്ചോളൂ എന്ന് പറഞ്ഞ അദ്ദേഹം പറയാ. ഒന്ന്, മർഹൂം MCC അഹമ്മദ് മൗലവി, ഇദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങൾ കാണുക. സലാം സുല്ലമി ഉദ്ധരിക്കാണ്. എന്താണ് ഇവരൊക്കെ സ്വന്തം ഖുർആനിലും ഹദീസിലും ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞത് എന്നാ? ഒന്ന്, പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചാൽ അന്നത്തെ ളുഹുറും സാഖിത്താകും. ശരീഅത്ത് കിതാബ് 2 പേജ് 52. സാഖിത്താവും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സാധാരണക്കാർക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല. പെരുന്നാൾ നിസ്കരിച്ചാൽ അന്നത്തെ ളുഹുർ പിന്നെ നിസ്കരിക്കേണ്ടതില്ലാണ്. ആരെ വക? ഈ മൗലവിന്റെ വക. അയാളെ ശരീഅത്ത് കിതാബ് പേജ് 2-ാം പാഠ്യം പേജ് 52 അയാൾ എഴുതി വെച്ചതാ. ഫർള് നിസ്കാരം സുന്നത്ത് നിസ്കാരം കൊണ്ട് ഒഴിവായി. പിന്നെ പറയാം, 2, ജുമുഅ നിർവഹിക്കേണ്ടത് ഉച്ചക്ക് മുമ്പാണ്. നബിയുടെയും സഹാബാക്കളുടെയും ചര്യയിൽ നിന്ന് ജുമുഅയുടെ സമയം പഠന വിധേയമാക്കുമ്പോൾ അതാണ് വ്യക്തമാകുക. ശരീഅത്ത് കിതാബ് 2 പേജ് 53. ലോകത്ത് ഏതെങ്കിലും ഒരു നാട്ടിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടോ സംഭവം? ളുഹറിന്റെ ശേഷല്ലേ ലോകത്ത് മുഴുവൻ ജുമുഅ നടക്കണ്? ഈ മൗലവി ഇത്രയും കാലത്തെ മുസ്ലിങ്ങളുടെ പാരമ്പര്യം അത് നോക്കേണ്ടതില്ലാന്ന് നമ്മൾ തെളിവുണ്ടോ നോക്കുക. അങ്ങനെ ഇറങ്ങിയിട്ട് ഇയാൾ പറയാ ജുമുഅ നിസ്കരിക്കേണ്ടത് എപ്പോഴാ? ഉച്ചന്റെ മുമ്പ് രാവിലെ പോയി ജുമുഅ നിസ്കരിക്കണം. ഇതല്ലേ പുതിയ ഗവേഷകന്മാര് ലോകത്തിന് നൽകിയത്? ഇനി കേട്ടോളൂ നിങ്ങൾ. ജമാഅത്തു നിസ്കാരം ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും നിർബന്ധമാണ്. പിന്നെ ആള് പറയാ ഫാത്തിഹയ്ക്ക് ശേഷം എല്ലാ റക്അത്തിലും സൂറത്തോ കുറച്ച് ആയത്തുകളോ ഓതിയിരിക്കൽ നിർബന്ധമാണ്. നമ്മളൊക്കെ പഠിച്ചത് ആദ്യത്തെ 2 റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതൽ സുന്നത്താണെന്ന്. ഇയാള് 4 റക്അത്തിന്റെ 4ലും സൂറത്തോതൽ നിർബന്ധമാണ്. പിന്നെ പറയാണ് ദിക്റുകളും ദുആകളും കൊണ്ടുവരേണ്ടത് സലാമിന്റെ മുമ്പാണ്, ശേഷമല്ല. നല്ല രസമുണ്ടാവില്ലേ? നിസ്കാരത്തിലെ അത്തഹിയാത്തിൽ നമ്മൾ സലാം വീട്ടൂലേ? സലാം വീട്ടണതിന് മുമ്പാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊക്കെ ചെല്ലണ്ടേ. എന്നിട്ട് സലാം വീട്ടിട്ട് നീച്ചു പോവാൻ. എന്തിനാണത്? ഈ ദുആനെ കുറിച്ചൊക്കെ ഹദീസിൽ ഒരുപാട് വന്നല്ലോ. അതിനൊക്കെ രക്ഷപ്പെടാൻ നിസ്കാരം കഴിഞ്ഞാൽ നീച്ചു പോകണമെന്ന് പറയണമെങ്കിൽ എന്താക്കിയാൽ മതി? 4 സലാം വീട്ടൽ ലാസ്റ്റാന്ന് വെച്ചാൽ മതി. നിസ്കാരത്തിന് ശേഷം പിന്നെ ദിക്റും ദുആയൊന്നുമില്ല എന്ന വാദത്തിന് തെളിവുണ്ടാക്കുക. ഈ രീതിയിൽ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും കയറി അവരെ ഇഷ്ടപ്രകാരം ഗവേഷണം നടത്തി തോന്നിയവരിങ്ങനെ പറയാൻ തുടങ്ങിയപ്പം ഇസ്ലാമിനെ പൂർണ്ണമായും സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ട് ഇത്രയും കൊല്ലം പ്രവർത്തിച്ചിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് അവർ പറയാ നമ്മളിപ്പോ എവിടെ എത്തിയെന്നറിയോ? തിരിഞ്ഞു നോക്കിയിട്ട് അവർ പറയണ കേട്ടോളൂ. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഭിന്നിപ്പ് കാരണങ്ങളും വസ്തുതകളും എന്ന് പറഞ്ഞ് കുനിയിൽക്കാരൻ എഴുതിയ പുസ്തക. ഈ പുസ്തകത്തിൽ ഇവര് ഇപ്പൊ എത്തിച്ചേർന്നത് എവിടെയാണ് എന്ന് വിശദമായി എഴുതുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് അത് വഴിവിട്ട് പോയി എവിടെ എത്തിയെന്നപ്പോ പറഞ്ഞതെന്നറിയോ നിങ്ങൾ? ഇതിന്റെ 65-ാമത്തെ പേജിൽ വ്യക്തമായി എഴുതുന്നുണ്ട്. ഓരോരോ അഭിപ്രായങ്ങൾ എഴുതിയിട്ട് പറയാം. നമ്മുടെ ആശയാദർശങ്ങൾ കൃത്യമായി ഗൾഫിലെ സലഫികൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവർ നമ്മെ സലഫികളായി തന്നെ അംഗീകരിക്കില്ല. ബിദ്അത്തുകാരും മുഅ്തസിലുകളുമായി അവര് നമ്മെ പഴിക്കും. അതാ സമസ്ത കേരള ജമിയത്തുലമയും ചെയ്തത്. ഇവരെക്കുറിച്ച് പഠിച്ചിട്ട് ഇത് ബിദ്അത്തുകാരാ, പഴയ മുഅ്തസിലത്താന്ന് പറഞ്ഞാൽ അതാ ഇവരെന്നെ പറയാ. നമ്മളെപ്പറ്റി ഗൾഫിലെ സലഫികൾ പഠിച്ചാൽ അവരും നമ്മളെങ്ങനെ മുദ്ര കുത്തുക? ബിദ്അത്തുകാരും മുഅ്തസിലുകളുമായി പരിഗണിച്ചേക്കും. എന്തിനധികം നമ്മുടെ ആദർശങ്ങൾ സൂക്ഷ്മമായി അവർ ഗ്രഹിച്ചാൽ നമ്മെ അവർ മുസ്ലിങ്ങളായി പോലും അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. അത്ര വലിയ പുരോഗമനമാണ് നമ്മൾ ദീനിലുണ്ടാക്കിയത്. നമ്മളെ സലഫികൾ തന്നെ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ
മാപ്പളമാരെ കൂട്ടത്തിൽ നമ്മളെ എണ്ണാൻ സാധ്യതയില്ല. ഇതാരാ വിലയിരുത്തുന്നത്? ഇവിടത്തെ മുജാഹിദുകൾ. അതുകൊണ്ട് സാധാരണക്കാരായ പ്രവർത്തകന്മാരെ, ഇങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ കയറി ഓരോരുത്തരുടെയും യുക്തിക്കും അവരെ ബുദ്ധിക്കുമനുസരിച്ച് ദുർവ്യാഖ്യാനം നടത്തി ഇസ്ലാമിക വിശ്വാസങ്ങളെ വക്രീകരിക്കുകയും കർമ്മങ്ങളെ പുതുതായി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഉമ്മത്തിൽ ഭിന്നിപ്പും പിളർപ്പുമുണ്ടാക്കുന്ന അവസ്ഥ, ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള പിളർപ്പുണ്ടാക്കി സ്വഹാബത്തിന്റെ വിശ്വാസത്തെ അട്ടിമറിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഫൈൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി. ആ ജനങ്ങളെങ്ങാനും സ്വഹാബ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയുള്ള വിശ്വാസം ഉൾക്കൊള്ളുകയാണെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവര് സന്മാർഗം ശ്രദ്ധിച്ചവരാകും. വഇൻ തവല്ലൗ, അതിൽ നിന്നവർ പിന്തിരിഞ്ഞു കളയുകയാണ്, സ്വഹാബത്ത് പഠിപ്പിച്ചത് അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിലോ ഫഇന്നമാഹും ഫീ ശിഖാഖ്, അവര് തർക്കത്തിലേർപ്പെട്ടുകൊണ്ടേയിരിക്കും. എത്ര സത്യമാണ് മുഅ്മിനീങ്ങളെ! എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പം നടക്കുന്നത്? അവരെ മാസികകളും വാരികകളും മീഡിയകളും നിങ്ങൾ എടുത്തു നോക്കൂ. പരസ്പരം തർക്കിക്കുന്നു, ആദർശത്തിന്റെ പേരിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു. ഒരു വിഷയത്തിലും അന്തിമ തീർപ്പ് വന്നിട്ടില്ല. ഗവേഷണം തുടരുന്നു, സംശയവും തുടരുന്നു. ഫീ ഖുലൂബിഹിം മറദ്, ഹൃദയത്തിൽ സംശയരോഗമാണ്. ഫസാദഹുമുല്ലാഹു മറളാ, ആ സംശയരോഗം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, തീർപ്പുണ്ടാകുന്നില്ല. അതാണ് അല്ലാഹു പറയുന്നത്, സ്വഹാബത്തിന്റെ മാർഗം വിട്ട് നിങ്ങൾ പുതിയ വഴി തേടിയാൽ ഫഇന്നമാഹും ഫീ ശിഖാഖ്, അവര് തർക്കത്തിലായിക്കൊണ്ടിരിക്കും. ഫസയക്ഫീകഹുമുല്ലാഹ്, അവർക്ക് അല്ലാഹു വേണ്ടതുപോലെ അവരെ കൈകാര്യം ചെയ്തോളും. അവരിവിടെ തർക്കിക്കട്ടെ. വഹുവസ് സമീഉൽ അലീം, അല്ലാഹു തആല എല്ലാം കണ്ടും കേട്ടുമിരിക്കുകയാണ്. ഇതൊന്നും പടച്ചവൻ ശ്രദ്ധിക്കാതിരിക്കുന്നില്ല. ദീനിന്റെ പേരിൽ ഈ കാട്ടിക്കൂട്ടുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും അവരെ പടച്ചോൻ കൈകാര്യം ചെയ്തോളും. അവര് തർക്കിച്ചു പോകട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തെ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ കാരണമായി തീർന്ന സ്വഹാബത്തിന്റെ മാർഗം വിട്ട് സുന്നത്തിയമായത്ത് പുറത്തുപോയ ആളുകൾ ആ ഗൗരവം മനസ്സിലാക്കി ചിന്തിക്കുക. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ ഏതാനും ദിവസം മുമ്പാണ് അവിടുന്നതാ സുഖമില്ലാതെ എഴുന്നേറ്റ് ഉഹുദിലേക്ക് പോകുകയാണ്. മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ ചെന്നിട്ട് ഫസല്ലാ അലാ അഹ്ലി ഉഹുദിൻ സ്വലാത്തുഹു അലൽ മയ്യിത്തി, മയ്യത്ത് നിസ്കാരത്തിൽ നടത്തുന്ന അതേ ദുആ ആ മഖബറയിൽ ചെന്ന് നടത്തിയിട്ട് അവിടുന്നതാ സുമ്മൻ സറഫ ഇലൽ മിമ്പർ, നേരെ മടങ്ങി മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ വന്നിരുന്നു. എന്നിട്ട് അവിടുന്നതാ സൂചന പറയുന്നു, ഇന്നീ ഫറത്തുല്ലക്കും സ്വഹാബാ, ഞാൻ പോകുകയാണ്, നിങ്ങളെ മുൻവിരുന്നുകാരനായി ഞാൻ പോകുകയാണ്. വാന ഷഹീദുൻ അലൈക്കും, നിങ്ങൾക്ക് സാക്ഷിയായി ഞാൻ അവിടെ ഉണ്ടാകും. വഇന്നീ വല്ലാഹി ലാ അൻദുറു ഇലാ ഹൗളിയല്ലാൻ, എന്റെ ഹൗലുൽ കൗസർ അല്ലാഹുവാണേ, ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കാണുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകും, നിങ്ങൾക്ക് വിരുന്നു നൽകാൻ. എനിക്ക് പോകാനുള്ള സമയമായി. വഫാത്ത് മുന്നിൽ കണ്ടുകൊണ്ട് നബി പറയുന്നു, ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞത്, വഇന്നീ വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദീ, അല്ലാഹുവാണേ എന്റെ കാലശേഷം ഈ സമുദായമാകുന്ന നിങ്ങൾ മുശ്രിക്കീങ്ങളായി ബഹുദൈവ ആരാധകരായി മാറുമെന്ന് ഞാൻ പേടിക്കുന്നില്ല. അങ്ങനെ ഒരു പേടിയേ എനിക്കില്ല. മുൻഗാമികൾക്കതുണ്ടായിരുന്നു. എന്റെ തൊട്ടുമുമ്പ് കഴിഞ്ഞുപോയ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് പഠിപ്പിക്കാൻ വന്നുപോയ നബിയാണ്. പക്ഷേ ആ നബിയുടെ അനുയായികൾ പിന്നീട് ആശയം മാറ്റി ശിർക്കിലേക്ക് പോയി. ഇന്നല്ലദീന ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം, ദൈവം എന്ന് പറഞ്ഞാൽ മറിയമിന്റെ പുത്രനായ ഈസാ മസീഹാണെന്ന് പറഞ്ഞവർ യഥാർത്ഥ അല്ലാഹുവിനെ നിഷേധിച്ചവരാണെന്ന് ഖുർആൻ പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയി തിരിച്ചു വന്നപ്പോഴേക്ക് ശിർക്കിലകപ്പെട്ടു പോയിട്ടുണ്ട്.
പലരും ഇതുപോലെ മടങ്ങി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. അതിനാൽ എന്റെ ഉമ്മത്തിലാ പേടി എനിക്കില്ല. വലാക്കിന്നി, പക്ഷേ ഞാൻ ഭയപ്പെടുന്നത്, അഖാഫു അലൈക്കും, നിങ്ങളെ മേൽ പേടിക്കുന്നത്, അൻതുനാഫിസൂ ഫീഹാ, ഈ ദുന്യാവിലെ അധികാരത്തിനു വേണ്ടി, ഇമാറത്തിനു വേണ്ടി നിങ്ങൾ തർക്കിക്കുന്നതിനെയും പടവെട്ടുന്നതിനെയുമാണ്. സ്വദഖത യാ റസൂലല്ലാഹി സ്വദഖത, നബിയെ അവിടുന്ന് പറഞ്ഞതെത്ര സത്യമാണ്. ഇന്ന് മുസ്ലിം ലോകത്ത് നോക്കിയാൽ ഇതല്ലേ കാണുന്നത്. ഈ ഉമ്മത്ത് എന്തിനാ പരസ്പരം തമ്മിലടിക്കുന്നത്? രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിനു വേണ്ടി, ജനാധിപത്യ രാജ്യങ്ങളിൽ അവിടെ പറ്റുന്ന രീതിയിൽ, അല്ലാത്ത നാടുകളിൽ അവിടെ പറ്റുന്ന രീതിയിൽ അധികാരത്തിനു വേണ്ടിയതാ ഈ ഉമ്മത്തിലെ പിളർപ്പും പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ച് തമ്മിലടിക്കുന്നു. ഇതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് നേരത്തെ ഭയന്നത്. അത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് റസൂലുള്ള പറഞ്ഞ ഒരു ശിർക്കുണ്ട്, അത് ഖഫിയായ ശിർക്ക് എന്ന് പറയും. അത് തൗഹീദിനെതിരെയുള്ള ശിർക്കല്ല, അത് ഖഫിയായ ശിർക്കാണത്. അതേതാണ്? ഒരു അമല് ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്ലാഹു അല്ലാത്തവർ കാണട്ടെ, അറിയട്ടെ എന്ന ചിന്ത, ലോകമാന്യം. നമ്മൾ നല്ലൊരു പ്രസംഗം നടത്തുന്നു, അപ്പത് ജനങ്ങൾ അറിയട്ടെ ഞാനൊരു പ്രസംഗകനാണ്. അത് അല്ലാഹുവിനുള്ള ഇബാദത്തായി, ഇഖ്ലാസുള്ള ഇബാദത്തായി അല്ലാഹു സ്വീകരിക്കൂല. അത് ഖഫിയായ ശിർക്കാണ്. ഒരാൾ നല്ല ഈണത്തിൽ ഇമാമത്ത് നിന്ന് ഖുർആൻ ഓതുകയാണ്, ഞാനൊരു ഓത്തുകാരനാണെന്ന് മോമിങ്ങൾ കേൾക്കട്ടെ എന്ന് കരുതിപ്പോയാൽ അത് ഖഫിയായ ശിർക്കാണ്. ഒരാൾ സ്വതക്ക ചെയ്യുന്നു, ആളുകളെ മുമ്പിലാണ്, എല്ലാവരും ഒന്ന് കാണട്ടെ ഞാനൊരു സ്വതക്ക ചെയ്യുന്നവനാണ്. ഇത് അള്ളാന്റെ കൂടെ വേറെ ദൈവങ്ങളെ പങ്കുവെക്കുന്ന ശിർക്കല്ലെങ്കിലും ഇത് ഇബാദത്തിൽ നമ്മൾ ചെയ്യുന്ന ഖഫിയായ ശിർക്കാണ്. ഇത് ഭയപ്പെടുന്നു എന്ന് നബി പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഈ വലിയ ശിർക്കിനെ നബി പേടിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ കൂടെ പങ്കാളികളെ ചേർക്കുന്ന ശിർക്ക് ഈ ഉമ്മത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അവരെ കുഫ്ർ കൊണ്ടും ശിർക്ക് കൊണ്ടും മുദ്രകുത്തി കലാപവും കൊലപാതകവും നടത്തുന്ന ബിദ്അത്തുകാർ, അവരധികാരത്തിന് വേണ്ടി പടയോട്ടം നടത്തുന്നു ലോകത്ത്. അതാണ് ഈ സിലടക്കമുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ ഈ ഉമ്മത്തിനുണ്ടാക്കുന്ന ഫിത്നയെന്ന് അന്ന് ദർശനം നടത്തിയത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഈ ഉമ്മത്തിന് വിജയം കിട്ടണമെങ്കിൽ, രക്ഷ കിട്ടണമെങ്കിൽ, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലുഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ജനതക്ക് നന്നാവണമെങ്കിൽ പൂർവീകരെന്തുകൊണ്ട് നന്നായോ അതിലേക്ക് മടങ്ങുകയല്ലാതെ പരിഹാരമില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തുക, ആ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം ഇവിടെ നിലനിർത്തുക, സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിച്ച് മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നവരുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക, അവരുമായി ഒന്നിച്ചു നീങ്ങിയിട്ട് സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ ഭൗതിക താൽപര്യത്തിന്റെ വേണ്ടിയുള്ള കരുനീക്കങ്ങളെ അവസാനിപ്പിച്ച് ഇസ്ലാമിൽ വിശ്വാസമുള്ളവർ, ദീനിനോട് പ്രതിബദ്ധതയുള്ളവർ ഭൗതികത മറന്ന് ദീനിന്റെ പേരിൽ ഒന്നിക്കണമെന്ന് മാത്രം ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അർഹമുർ-റാഹിമീനായ റബ്ബ് സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അതിനെ അനുധാവനം ചെയ്ത് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞതിനെ തിരസ്കരിക്കാനും അതിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അല്ലാഹു നമുക്ക് അവസരങ്ങൾ ഏറ്റിത്തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളിവിടെ ഒരുമിച്ചുകൂടിയത് നീ കബൂലാക്കണേ അല്ലാഹ്. ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ. ഇതിനുവേണ്ടി സഹായിച്ച, സഹകരിച്ച, പ്രവർത്തിച്ച എല്ലാവരെയും ഹിദായത്തിന്റെ മാർഗത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അറിവില്ലാതെ സാഹചര്യങ്ങളെ സമ്മർദ്ദങ്ങൾക്കടിമപ്പെട്ട് ചില യുക്തിവാദങ്ങളിൽ വശംവദരായി സുന്നത്ത് ജമാഅത്ത് വിട്ടുപോയവരുണ്ട്. അവരെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നീ തിരിച്ചെത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കിടയിൽ ഐക്യവും ഒരുമയും സ്നേഹവും നിലനിർത്തി തരണേ റഹ്മാനെ. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും മാനുഷികമായി നീ ഐക്യപ്പെടുത്തണേ അല്ലാഹ്. വർഗീയതയ്ക്ക് വേണ്ടി, വിഭാഗീയതയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നവർക്ക് നല്ല ബോധം കൊടുക്കണേ റഹ്മാനെ.
ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ്. ഈ നാടിനെ മുന്നിൽ നിന്ന് നയിക്കാൻ എല്ലാ അർത്ഥത്തിലും ശേഷിയുള്ള നല്ല ഭരണാധികാരികളെ നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ബിദ്അത്തുകാരുടെ ശർറിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. അവസാനം ആഖിബത്ത് നന്നായി കലിമ ചൊല്ലി ഈമാനോടെ മരിച്ച് കുടുംബസമേതം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, 5 മണിക്ക് നടന്ന പ്രകടനത്തോടെ തുടങ്ങിയ നമ്മുടെ ആദർശ സമ്മേളനത്തിന് സമാപ്തി കുറിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച തെന്നലയിൽ ഈ പ്രസ്ഥാന കുടുംബത്തിലെ അംഗവും അഭിവന്ദരായ ഖമറുൽ ഉലമയുടെ വളരെ അടുത്ത മുഹിബ്ബുമായിരുന്ന ദിറാർ സാഹിബ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ഇന്ന് കക്കാട് മഹലിൽ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെ പാരത്രിക മോക്ഷത്തിനു വേണ്ടിയും എല്ലാവിധ ഖൈറാത്തുകൾക്കും വേണ്ടി അഭിവന്ദരായ സയ്യിദ് ഹസൻ കോയത്തങ്ങൾ ദുആ ചെയ്യുന്നു. ദുആയോടുകൂടി പരിപാടിക്ക് സമാപനം കുറിക്കുകയാണ്. അഭിവന്ദരായ സയ്യിദ് അവറുകളെ ക്ഷണിക്കുന്നു. അല്പം ദിക്ർ ചൊല്ലി ദുആ ചെയ്യും. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 أستغفر الله العظيم أستغفر الله العظيم. لا إله إلا الله 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 لا إله إلا الله. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. റഹ്മാന് ഹിമ്മത്ത് നൽകണം റഹ്മാന്. അവരുടെ തണലിലായി ദീർഘകാലം ദീനീ ഖിദ്മയിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാന്. ഞങ്ങൾ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇഖ്ലാസ് നൽകണം റഹ്മാന്. തഖ്വ നൽകണം റഹ്മാന്. ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ നീ ശുദ്ധീകരിക്കണം റഹ്മാന്. നിന്റെ മഹാന്മാര് ചോദിച്ചതൊക്കെ സാധുക്കളായി ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാന്. മരണം വരെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചേൽക്കാൻ തൗഫീഖ് നൽകണം റഹ്മാന്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാന്. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റഹ്മാന്. അവിടുത്തെ സ്വഹാബത്തും കാണിച്ചു തന്ന യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാന്. അവിടുത്തെ ഹളറത്തിലേക്ക് സാധുക്കളെ ഞങ്ങളെ എത്തിക്കണം റഹ്മാന്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ഷറഫാക്കപ്പെട്ട മുഖം സ്വപ്നത്തിലെങ്കിലും കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാന്. അവിടുത്തെ മുനവ്വറായ വജ്ഹ് കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാന്. നാളെ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടണം റഹ്മാന്. പ്രത്യേകിച്ച് ഇവിടെ സ്മരിക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടണം റഹ്മാന്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടപ്പോൾ ഞങ്ങളെ മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ, ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ഞങ്ങളിൽ നിന്ന് നേതാക്കൾ, പ്രവർത്തകർ എല്ലാവരെയും ബർസഖിയായ ജീവിതം നീ റാഹത്തിലാക്കണം റഹ്മാന്. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നാളെ സ്വർഗ്ഗലോകത്ത് ഞങ്ങൾ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാന്. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണം റഹ്മാന്. ദോഷത്തിന്റെ പെരുപ്പം കൊണ്ട് ഞങ്ങളെ നീ കയ്യൊഴിക്കല്ല റഹ്മാന്. ദുആ നീ തട്ടിക്കളയല്ല റഹ്മാന്. ഇജാബത്തുള്ള സദസ്സായി നീ കബൂൽ ചെയ്യണം റഹ്മാന്. ഞങ്ങളുടെ ദോഷത്തിന്റെ പെരുപ്പം കൊണ്ട് നിന്റെ റഹ്മത്താകുന്ന മഴ ഞങ്ങൾക്ക് തടസ്സപ്പെടുത്തല്ല റഹ്മാന്. ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം തരണം റഹ്മാന്. ഞങ്ങൾക്ക് ആവശ്യമായ മഴ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാന്. ഞങ്ങൾക്ക് ആവശ്യമായ ശുദ്ധജലം നീ നൽകണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. അസ്സലാമു അലൈക്കും. സഹോദരന്മാർ, നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി പറയുകയാണ്. നമുക്ക് ദുആ ചെയ്തു നിർദ്ദേശം വഹിച്ചു തന്ന നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ബുഖാരി തങ്ങൾ, നമ്മുടെ പരിപാടി മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഷെയ്ഖുന പൊന്മള ഉസ്താദ്, അതുപോലെ നമ്മുടെ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിത്തന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറിയ ഉസ്താദ്, അതുപോലെ റഹ്മത്തുള്ള സഖാഫി അടമരം, അതുപോലെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത ജില്ലാ സാരഥികൾ അബൂബക്കർ മാസ്റ്റർ പടിക്കൽ, കരുവള്ളി അബ്ദുറഹീം മാസ്റ്റർ, അലവി ഹാജി പുതുപ്പറമ്പ്, മൊഹീദ്ദീൻ സൈദി തുടങ്ങിയ നമ്മുടെ പ്രസ്ഥാന നേതാക്കളും മറ്റുമായ ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും, അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ വളണ്ടിയേഴ്സ് പ്രവർത്തകന്മാർ, ഈ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അല്ലാഹു